ഹലോ ഗായ്സ്, അസ്രീം വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ സ്പെഷ്യൽ ഇന്നത്തെ എന്താണെന്ന് വെച്ചാൽ ബ്രെഡ് പൊരിച്ചത്. നമ്മളെല്ലാവരും പൊരിക്കണ പോലുള്ള പൊരിക്കലല്ല, അത് സ്പെഷ്യലാണ് സംഭവം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം നമ്മളിത് 3 കോഴിമുട്ടയാണ് നമ്മളിതിലേക്ക് ഉടച്ചൊഴിച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് സബോള ചെറുതാക്കി അരിഞ്ഞത് ആണ്. നമ്മളിത് സബോള ചെറുതാക്കി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തയ്യാറായിട്ടുണ്ട്. അത് നമ്മൾ കോഴിമുട്ടയിലേക്ക് ഇടുന്നു. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ കുനുകുനാ അരിഞ്ഞ മല്ലിയില നല്ലവണ്ണം ചെറുതാക്കി അരിഞ്ഞത് അതിലിട്ട് യോജിപ്പിച്ചു. ഇനി നമുക്ക് ഒരല്പം ഉപ്പിടാം. എന്നിട്ട് നമുക്കത് അടിപൊളിയായിട്ട് മിക്സ് ചെയ്യണം. അപ്പം നമ്മൾ പരമാവധി ശക്തി ഉപയോഗിച്ചത് മിക്സ് ചെയ്യുകയാണ് ഗായ്സ്. അപ്പം നമ്മളങ്ങനെ മിക്സ് ചെയ്ത് അപ്പം നമുക്ക് അടുപ്പ് കത്തിക്കാം. അപ്പം നമ്മളിത് അടുപ്പ് കത്തിച്ചു. അങ്ങനെ നമ്മൾ ഫ്രൈ പാൻ വെച്ചു. ഇനി അടുത്ത പരിപാടി നമ്മൾ വെളിച്ചെണ്ണ, ഓയിൽ എന്താണെങ്കിലും ഒഴിക്കാം. ഉള്ളത് ഒഴിച്ചോ. അപ്പോൾ അത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രെഡ് എടുത്ത് മിശ്രിതത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളിത് ഫ്രൈ പാനിലോട്ട് ഇടുകയാണ്. ഇത് സൂപ്പറാണ്. നമ്മളിത് ഷുഗറുള്ളവരിങ്ങനെ ബ്രെഡ് പൊരിച്ചത് കഴിക്കുമ്പോൾ നമ്മളിങ്ങനെ വായി നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അല്പം ഉപ്പിട്ടിട്ട് ഇതുപോലെ ചെയ്യാം. സാധാരണ പഞ്ചസാരയും മുട്ടയും ഒക്കെ ഇട്ടിട്ടാണ് എല്ലാവരും ചെയ്യാറ്. അപ്പോൾ ഷുഗറുള്ളവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന എരിവുണ്ട്. പച്ചമുളക് ഇടണം കേട്ടോ, അത് ഞാൻ മറന്നുപോയേ. പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് അത് അതിലിടണം, വേറെ ഒന്നും വേണ്ട. അപ്പം നമ്മളുടെ ബ്രെഡ് മുരിഞ്ഞും കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചും ഇടണ്ട, ഒറ്റ മറിക്കൽ മറിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് വീണ്ടും ഇത്തിരി സബോളയും ഐറ്റംസൊക്കെ നല്ലോണം വേണമെന്നുള്ളവർക്ക് അല്ലാത്തവർക്ക് ഇത്ര മതി. നമ്മളതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് യോജിപ്പിക്കണം. എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാൻ ആക്കുന്നത്. അപ്പോൾ അങ്ങനെ മിശ്രിതം വീണ്ടും അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് വീണ്ടും നമ്മൾ തിരിച്ചിടുക. അങ്ങനെ കുറച്ച് നേരം ചെറിയ തീയിൽ, അധികം എണ്ണ ഒന്നും വേണമെന്നില്ല. അങ്ങനെ നമ്മുടെ ബ്രെഡ് അടിപൊളിയായിട്ട് മൊരിഞ്ഞും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടു, മറിച്ചിട്ടു. ഇത് നമ്മൾ വെറുതെ ഒരു ബ്രെഡ് എടുത്ത് കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സംഭവം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഈ സ്മെല്ലിട്ടിട്ട് ആരെങ്കിലുമൊക്കെ ഓടി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിത് വേഗം കഴിക്കണം. അപ്പോൾ നമ്മളിത് ആ പാത്രത്തിലേക്ക് വയ്ക്കുകയാണ്. ആദ്യം നമ്മളൊരു 3 ബ്രെഡ് പൊരിച്ചു. ഇനി ആ എണ്ണയിൽ നമുക്ക് അടുത്തതും ചെയ്യാം. അധികം എണ്ണ ഒന്നും ഒഴിക്കണ്ട. ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോകേണ്ടത്, കഴിക്കുന്നത് ഉണ്ടാക്കുക, അവിടെ കൊടുന്ന് കഴിക്കുക, അവിടെ ഉണ്ടാക്കുക, ഇവിടെ കൊടുന്ന് കഴിക്കുക. വെയിറ്റിംഗ് ഒന്നുമില്ല നമുക്ക്. അപ്പോൾ നമ്മൾ നേരെ കൊണ്ടുവന്ന് ചൂട്ടോടെ തന്നെ നമ്മളത് അകത്താക്കാൻ പോവുകയാണ്. അടിപൊളി ടേസ്റ്റാണ്. മുഖത്തൊക്കെ നോക്കിയാൽ അറിയാം. അടിപൊളിയായിട്ടുണ്ട്, ചൂടുണ്ട്. അതുകൊണ്ട് അപ്പോൾ അത്ര പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ. Río con el sol, porque hemos cambiado.